ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം നക്ഷത്രമായ സൂര്യൻ. നമ്മളിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം മഞ്ഞക്കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. ഈ കാണുന്നത് പ്രോക്സിമ സെഞ്ചോറിയാണ്. നമ്മളിൽ നിന്നും 4.2 പ്രകാശവർഷങ്ങൾ അകലെയാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രോക്സിമ സെഞ്ചോറി എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ പദമാണ്. അതിലെ പ്രോക്സിമ എന്ന് പറയുന്നത് നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത്. സെഞ്ചോറി എന്ന് പറയുന്നത് സെഞ്ചോറസ് നക്ഷത്ര രാശിയിലുള്ള നക്ഷത്രങ്ങളെയാണ്. ചുരുക്കി പറഞ്ഞാൽ സെഞ്ചോറസ് നക്ഷത്രങ്ങളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം എന്നാണ് പ്രോക്സിമ സെഞ്ചോറിയുടെ അർത്ഥം. എന്നാൽ സെഞ്ചോറസ് എന്ന നക്ഷത്ര രാശിയിൽ വെച്ച് മാത്രമല്ല, എല്ലാ നക്ഷത്രങ്ങളിൽ വെച്ചും ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പ്രോക്സിമ സെഞ്ചോറി തന്നെയാണ്. 1915 റോബർട്ട് ഐനസ് കണ്ടെത്തിയ ഈ നക്ഷത്രം ചുവന്ന കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. വളരെയധികം മാസ് കുറഞ്ഞ, വളരെ വലിപ്പം കുറഞ്ഞ ഒരു നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചോറി. ആൽഫ സെഞ്ചോറി എ. ആൽഫ സെഞ്ചോറി എന്ന ഒരു സ്റ്റാർ സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന 3 നക്ഷത്രങ്ങൾ ഒന്നാണ് ആൽഫ സെഞ്ചോറി എ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റാർ സിസ്റ്റമാണ് ആൽഫ സെഞ്ചോറി. തൊട്ടു മുൻപ് പറഞ്ഞ പ്രോക്സിമ സെഞ്ചോറി എന്ന നക്ഷത്രവും ഈ ഒരു സ്റ്റാർ സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ്. 3 നക്ഷത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ സ്റ്റാർ സിസ്റ്റത്തിലെ നക്ഷത്രങ്ങളുടെ പേര് ആൽഫ സെഞ്ചോറി എ, ആൽഫ സെഞ്ചോറി ബി, ആൽഫ സെഞ്ചോറി സി എന്നൊക്കെയാണ്. ആൽഫ സെഞ്ചുറി എ ഒഫീഷ്യലി റിഗിൽ കെൻഡോറസ് എന്ന പേരിലും, ആൽഫ സെഞ്ചുറി ബി ടൊളിമാൻ എന്ന പേരിലും, ആൽഫ സെഞ്ചുറി സി പ്രോക്സിമ സെഞ്ചുറി എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ആൽഫ സെഞ്ചുറി സ്റ്റാർ സിസ്റ്റത്തെ തന്നെ സൗരയൂഥത്തിൽ സൂര്യന്റെ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നമുക്ക് പ്രോക്സിമ സെഞ്ചുറിയെ ഭൂമിയിൽ നിന്നാൽ കാണാൻ സാധിക്കുകയില്ല. കാരണം പ്രോക്സിമ സെഞ്ചുറി വളരെ ചെറിയ നക്ഷത്രമാണ്, കൂടാതെ അതിന്റെ പ്രകാശവും കുറവാണ്. അതേസമയം ആൽഫ സെഞ്ചുറി എയും ആൽഫ സെഞ്ചുറി ബിയും സൂര്യന് സമാനമായ നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം സമാനമായ 2 നക്ഷത്രങ്ങളെ ആയിരിക്കും ആകാശത്ത് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ സൂര്യന്റെ സ്ഥാനത്തേക്ക് ഈ നക്ഷത്രങ്ങൾ വരുമ്പോൾ അവയെ രണ്ടും 2 നക്ഷത്രങ്ങളായി നമുക്ക് കാണാവുന്നതാണ്. കാരണം അവയും നമ്മളും തമ്മിലുള്ള ദൂരം അപ്പോൾ വളരെയധികം കുറവാണ്. അതേസമയം ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ 4 പ്രകാശവർഷങ്ങൾ അകലെയാണ് അവ നമ്മളിൽ നിന്നും. പക്ഷേ നിലവിൽ നമുക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ 2 നക്ഷത്രങ്ങളുടെ ചേർന്ന് ഒരൊറ്റ നക്ഷത്രമായിട്ടായിരിക്കും. കാരണം അവ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. സിറിയസ് നക്ഷത്രം, ചോതി നക്ഷത്രമെന്ന് മലയാളത്തിൽ പറയും. രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രകാശമാനമായി കാണാൻ സാധിക്കുന്ന നക്ഷത്രം സിറിയസ് നക്ഷത്രം തന്നെയാണ്. രണ്ടാമത്തെ ബ്രൈറ്റസ്റ്റ് സ്റ്റാറായ കെനോപ്പസിന്റെ 2 ഇരട്ടി പ്രകാശമാണ് സിറിയസ് ഭൂമിയിലേക്ക് പ്രകാശിക്കുന്നത്. സിറിയസ് ശരിക്കും ഒരു നക്ഷത്രമല്ല, 2 നക്ഷത്രങ്ങളാണ്. പരസ്പരം വലം വെച്ചുകൊണ്ടിരിക്കുന്ന 2 നക്ഷത്രങ്ങൾ. സിറിയസ് എ എന്നും സിറിയസ് ബി എന്നുമാണ് ഇവയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള നക്ഷത്രം സിറിയസ് എ എന്ന നക്ഷത്രമാണ്. വളരെയധികം വലിപ്പക്കുറവാണ് സിറിയസ് ബിക്ക്. അത് വൈറ്റ് ഡ്വാർഫ് അല്ലെങ്കിൽ വെള്ളക്കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. ഒരു തവണ ഈ നക്ഷത്രങ്ങൾക്ക് പരസ്പരം വലം വെക്കാനായി 50 വർഷം വേണ്ടിവരുന്നു. സിറിയസ് രാത്രിയിൽ ഇത്രയധികം പ്രകാശമാനമായി കാണാനുള്ള കാരണം അത് നമ്മുടെ അടുത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെയാണ്. കൂടാതെ ഇതിൽ ഏറ്റവും വലിപ്പമേറിയ നക്ഷത്രമായ സിറിയസ് എ സൂര്യന്റെ 2 ഇരട്ടി മാസുള്ള നക്ഷത്രമാണ്. കൂടാതെ സൂര്യനേക്കാൾ 25 ഇരട്ടി പ്രകാശവും ഈ നക്ഷത്രത്തിനുണ്ട്. റീഗൽ എന്ന പേരിലാണ് ശരിക്കും ഈ നക്ഷത്രം കൂടുതൽ പ്രശസ്തമായിരിക്കുന്നത്. രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രകാശമാനമായി കാണുന്ന 2ാമത്തെ നക്ഷത്രമാണ് റീഗൽ. ഓറിയോൺ കോൺസ്റ്റലേഷനിൽ കാണപ്പെടുന്ന ഈ നക്ഷത്രം അതിഭീകരമായി വലിപ്പമുള്ള ഒരു നക്ഷത്രമാണ്. പക്ഷേ ഇത് നമ്മളിൽ നിന്നും വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മളിൽ നിന്നും 860 പ്രകാശവർഷങ്ങൾ അകലെയാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. സൂര്യന്റെ മാസിനേക്കാൾ 18 മുതൽ 24 ഇരട്ടി വരെ മാസുണ്ട് ഈ ഒരു നക്ഷത്രത്തിന്. കൂടാതെ ഇതിന്റെ പ്രകാശവും വളരെയധികം കൂടുതലാണ്. 61,500 ഇരട്ടി പ്രകാശമാണ് സൂര്യനേക്കാൾ ഇതിനുള്ളത്. പ്രകാശമാനമായ രാത്രിയിൽ കാണുന്ന മറ്റൊരു നക്ഷത്രമാണ് വേഗ. നമ്മളിൽ നിന്നും വെറും 25 പ്രകാശവർഷങ്ങൾ മാത്രം അകലെയാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. വെറും 45 കോടി വർഷങ്ങൾ മാത്രമാണ് വേഗയുടെ പ്രായം. ഒരു നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ചെറിയ പ്രായമാണ്. ഇത് ശരിക്കും വലിയൊരു അവസരമാണ് നമുക്ക് നൽകുന്നത്. വെറും 25 പ്രകാശവർഷം മാത്രം അകലെ നിൽക്കുന്ന ഒരു നക്ഷത്രം നമ്മുടെ സൂര്യന് സമാനമായ ഒരു നക്ഷത്രം തന്നെയാണ്. പക്ഷേ പ്രായത്തിൽ വളരെ ചെറുപ്പമാണ്. അതുകൊണ്ട് നമ്മുടെ സൗരയൂഥത്തിന്റെ കഴിഞ്ഞ കാലത്തേക്ക് നോക്കണമെങ്കിൽ വേറെ എങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല. വേഗ എന്ന നക്ഷത്രത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി. പോളക്സ് വളരെ വലിപ്പമേറിയ ഒരു നക്ഷത്രം തന്നെയാണിത്. നമ്മളിൽ നിന്നും 34 പ്രകാശവർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം ജെമിനി എന്ന നക്ഷത്ര രാശിയിലാണ് കാണാൻ സാധിക്കുക.
ജെമിനി കോൺസ്റ്റലേഷനിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിപ്പമേറിയ നക്ഷത്രവും പോളക്സ് തന്നെയാണ്. 2006 ഈ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ഒരു ഗ്രഹത്തെ നമ്മൾ കണ്ടെത്തുകയുണ്ടായി. ആദ്യകാലത്ത് ഇതിന് പോളക്സ് ബി എന്നും ബീറ്റ ജെമിനോറിയം ബി എന്നുമൊക്കെയാണ് പേര് നൽകിയിരുന്നത്. പിന്നീട് തെസ്റ്റിയാസ് എന്ന പേര് നൽകുകയായിരുന്നു ഈ ഗ്രഹത്തിന്. സൂര്യന്റെ 9 ഇരട്ടി വലിപ്പമുള്ള ഈ നക്ഷത്രം സൂര്യനേക്കാൾ 32 ഇരട്ടി പ്രകാശമാണ് വെളിയിലേക്ക് പ്രസരിക്കുന്നത്. ബെലാട്രിക്സ് ഓറിയോൺ കോൺസ്റ്റലേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രകാശമാനമായി കാണാൻ സാധിക്കുന്ന 3ാമത്തെ നക്ഷത്രമാണ് ബെലാട്രിക്സ്. എന്നാൽ രാത്രിയിലുള്ള ആകാശ കാഴ്ചയിൽ 25ാം സ്ഥാനം മാത്രമാണ് ഈ നക്ഷത്രത്തിനുള്ളത്. സൂര്യനേക്കാൾ 8 ഇരട്ടി മാസും 5 ഇരട്ടിയിലധികം വലിപ്പവുമുള്ള ഈ നക്ഷത്രത്തിന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശത്തിനേക്കാൾ 9211 ഇരട്ടിയാണ്. അറക്ടൂറസ് രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രകാശമുള്ള 4ാമത്തെ നക്ഷത്രമാണ് അറക്ടൂറസ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബൂട്ടീസ് എന്ന കോൺസ്റ്റലേഷനിലാണ്. ബൂട്ടീസിലെ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രവും അറക്ടൂറസ് തന്നെയാണ്. നമ്മളിൽ നിന്നും 36.7 പ്രകാശവർഷങ്ങൾ അകലെയാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. റെഡ് ജയന്റ് വിഭാഗത്തിലാണ് ഈ നക്ഷത്രത്തെ നമുക്ക് പെടുത്താൻ സാധിക്കുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് സൗരയൂഥം എപ്രകാരമാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ നക്ഷത്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതിയാകും. കാരണം 7100 വർഷം പ്രായമുണ്ട് ഈ നക്ഷത്രത്തിന്. കൂടാതെ നമ്മുടെ സ്വന്തം നക്ഷത്രമായ സൂര്യന് സമാനമായ ഒരു നക്ഷത്രവുമാണ് ഇത്. അറക്ടൂറസ് എന്ന നക്ഷത്രത്തിന് സൂര്യന്റെ ഏകദേശം അത്രയും തന്നെ മാസാണ് ഉള്ളത്. എന്നാൽ സൂര്യനേക്കാൾ 25 ഇരട്ടിയിലധികം വലിപ്പമുണ്ട് ഈ ഒരു നക്ഷത്രത്തിന്. ഇത് വെളിയിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പ്രകാശവും വളരെ കൂടുതലാണ്. സൂര്യന്റെ പ്രകാശത്തിന്റെ 170 ഇരട്ടി ലുമിനോസിറ്റിയാണ് ഇതിനുള്ളത്. അതിഭീകരമായ വലിപ്പമുള്ള ഒരു നക്ഷത്രമാണ് ആൽഡെബറൻ. ജയന്റ് സ്റ്റാർ വിഭാഗത്തിൽപ്പെടുന്ന ഈ നക്ഷത്രം നമ്മളിൽ നിന്നും 65 പ്രകാശവർഷങ്ങൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ടൗറസ് എന്ന നക്ഷത്ര രാശിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും പ്രകാശമാനമായി കാണാൻ സാധിക്കുന്ന നക്ഷത്രം ആൽഡെബറൻ ആണ്. രാത്രിയിലുള്ള ആകാശം മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ 14ാം സ്ഥാനമാണ് ഈ നക്ഷത്രത്തിനുള്ളത്. ആൽഡെബറൻ ബി എന്ന പേരിൽ നമ്മളൊരു ഗ്രഹത്തെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പമേറിയ ഗ്രഹമായ ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ പല മടങ്ങ് മാസുള്ള ഒരു ഗ്രഹമാണ് ആൽഡെബറൻ ബി. വലിപ്പമേറിയ ഒരു നക്ഷത്രമാണെന്ന് പറയുമ്പോൾ പോലും സൂര്യനേക്കാൾ വളരെയധികം താപനില കുറവാണ് ഈ നക്ഷത്രത്തിനുള്ളത്. വെറും 3900 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ താപനില. അതേസമയം വലിപ്പത്തിന്റെ കാര്യത്തിൽ സൂര്യന്റെ 44 മടങ്ങ് വലിപ്പമുണ്ട് ഈ ഒരു നക്ഷത്രത്തിന്. കൂടാതെ ഇതിന്റെ പ്രകാശം എടുക്കുകയാണെങ്കിൽ സൂര്യന്റെ 400 ഇരട്ടി പ്രകാശമാണ് ഇതിനുള്ളത്. ആൽഡിബാരൻ നക്ഷത്രത്തിന് നേരെ നാസയുടെ ഒരു പ്രോബ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പേടകത്തിന്റെ പേര് പൈനിയർ 10 എന്നാണ്. 1972 ഈ പേടകം വിക്ഷേപിക്കുന്നത്. സെക്കൻഡിൽ 12 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പൈനിയർ 10ഉം പൈനിയർ 11ഉം അധികം വൈകാതെ തന്നെ സൗരയൂഥം വിട്ട് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് എത്തിച്ചേരുമെന്നാണ് നാസ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വോയേജർ 1, വോയേജർ 2, ന്യൂ ഹൊറൈസൺ എന്നീ പേടകങ്ങൾക്ക് ശേഷം സൗരയൂഥത്തിന് വെളിയിലേക്ക് എത്തിച്ചേരുന്ന പേടകങ്ങളായിരിക്കും പൈനിയർ 10ഉം പൈനിയർ 11ഉം. പിസ്റ്റൽ സ്റ്റാർ ഈ നക്ഷത്രം നമ്മുടെ സൂര്യന്റെ സ്ഥാനത്ത് വരികയാണെങ്കിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ നക്ഷത്രത്തെ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. ഹൈപ്പർ ജയന്റ് വിഭാഗത്തിൽപ്പെടുന്ന ഈ നക്ഷത്രം നമ്മുടെ മിൽക്കി വേ എന്ന ഗാലക്സിയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ, ഏറ്റവും കൂടുതൽ ഭാരമുള്ള നക്ഷത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇത്രയധികം വലിപ്പമേറിയ ഒരു നക്ഷത്രമായിട്ട് കൂടി നമുക്ക് രാത്രികാലത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കുകയില്ല. കാരണം അത് നമ്മളിൽ നിന്നും 25,000 പ്രകാശവർഷങ്ങൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ പ്രധാന കാരണം ഇന്റർസ്റ്റെല്ലാർ ഡസ്റ്റ് ആണ്. ഈ നക്ഷത്രത്തിനും നമുക്കുമിടയിൽ ധാരാളമായി ഇന്റർസ്റ്റെല്ലാർ ഡസ്റ്റുകളുണ്ട്. അതുകൊണ്ടാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്കിവയെ കാണാൻ സാധിക്കാതെ പോകുന്നത്. 1990കളിൽ ഹബിൾ സ്പേസ് ടെലസ്കോപ്പിന്റെ സഹായത്താലാണ് ഈ നക്ഷത്രത്തെ നമ്മൾ ആദ്യമായി കണ്ടെത്തുന്നത്. ഈ നക്ഷത്രത്തിന് സൂര്യന്റെ പ്രകാശത്തേക്കാൾ 33 ലക്ഷം പ്രകാശം കൂടുതലാണ്. കൂടാതെ ഇതിന്റെ മാസ് സൂര്യന്റെ മാസിനേക്കാൾ 27 ഇരട്ടിയും വലിപ്പം 420 ഇരട്ടിയുമാണ്. ബ്രൈറ്റ് കേരളൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്: രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന നക്ഷത്രത്തിന്റെ പേര് എന്താണ്? നിങ്ങൾക്കും ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.